ജീവിതം ചിലർക്ക് ആഘോഷമാണ്. നൈമിഷികവും ലൗകികവുമായ ചോദനകളുടെ ആഘോഷം. മറ്റു ചിലർക്കാകട്ടെ ഒറ്റപ്പെടലിൻ്റെയും രോഗങ്ങളുടെയും തീരാത്ത വേദനയും. ഇനിയുമുണ്ട് ചിലർ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് തങ്ങളുടെ ജീവിതം അനാഥർക്കും ആലംബഹീനർക്കും രോഗികൾക്കുമൊക്കെയായി ഒഴിഞ്ഞുവെച്ചവർ. ബാലചന്ദ്രനെയും അനിലയെയും പോലുള്ളവർ. ഇവരുടെ ദിനവൃത്താന്തം ഇവിടെ തുടങ്ങുന്നു. ഈ കടപ്പുറത്ത് കോഴിക്കോട് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇവരുടെ ഭക്ഷണ പൊതികൾക്കായി കാത്തു നിൽക്കുന്നവർ പതിവ് കാഴ്ചയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിന്റെ വഴിത്താരയിൽ എന്നോ നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെ വീണ്ടെടുക്കലാണ്. മറ്റു ചിലർക്കാകട്ടെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും പുത്തൻ അനുഭവവും. ബാലചന്ദ്രന്റെയും അനിലയുടെയും പരിചരണത്തിന് മുൻപിൽ മടിച്ചിട്ടാണെങ്കിലും ഇവർ പരാതിയുടെയും പരിഭവങ്ങളുടെയും ഭാണ്ഡം തുറന്നുവയ്ക്കും. ചിലർ ഇവരോടൊപ്പം കൂടും, തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്നേഹഭവനത്തിലേക്ക്. എൻ്റെ പേര് ബി ബാലേന്ദ്രനാണ്. ഇതെൻ്റെ ഭാര്യയാണ്. ഇവള് മറ്റുള്ളവരോട് ചെയ്യുന്ന നല്ല കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനം കണ്ടാണ് ഞാനിതിലേക്ക് വന്നത്. ഒരു ദിവസം പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് പറയാണ്, ഇവിടേക്ക് ചോറ് എടുത്തോളാൻ പറഞ്ഞു. ഞാനത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞാൽ ചോറ് എടുത്തോളാം. ഞാൻ പറഞ്ഞ പാത്രം ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ഇഡ്ഡലി പാത്രം എടുത്തോളാൻ പറഞ്ഞു. ഇഡ്ഡലി പാത്രത്തിലേക്ക് നിറച്ച് ചോറെടുത്തു. എന്നെ കൂട്ടിക്കൊണ്ട് മെഡിക്കലിലേക്ക് പോയി. അപ്പോൾ മെഡിക്കലിൽ പോയി 5-ാം വാർഡിലേക്ക് ചെന്നു. 5-ാം വാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ആദിവാസികൾ തുണിയൊന്നും ഇല്ലാതെ വിശന്ന് കിടക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ ഇവർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനിത് അറിയുന്നത് തന്നെ. പിന്നെ അവർക്ക്